ഉണ്ണിമായ രചന ജിജിത അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. ഏട്ടാ ആ വരുന്നുണ്ട് കുരിശ്. അവിടെ ഒരു ഏട്ടനോ? ആരടി നിന്റെ കേട്ടൻ? ഇവൾ അടുത്തേക്ക് വരുന്ന ഇഷ്ടമല്ലോ, അപ്പോഴവിടെ ഒരു കേട്ടൻ. അത് പിന്നെ ഞാനെന്താ വിളിക്കുക? ഒന്നും വിളിക്കണ്ട, നിന്റെ വിളി കേൾക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല തടിച്ചി. നിങ്ങൾക്കറിയില്ലല്ലോ, ഇതാണ് എൻ്റെ അങ്ങനെ പറയാൻ തന്നെ നാണക്കേടാ. എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ഒരു താലി കെട്ടി, അത്രേ ഉള്ളൂ. അന്ന് തുടങ്ങിയതാ, പിന്നാലാണ് നീ കേട്ടൻ വിളി. ഇത്ര ഇഷ്ടവിളി പിന്നെ എന്തിനാ കെട്ടാൻ പോയെന്നാവല്ലേ? അതൊക്കെ ഒരു പറ്റുപറ്റിപ്പോയതാ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഓക്കത്തിന് എൻ്റെ അമ്മ ഒരുത്തിയെ പറഞ്ഞാൽ മതി. തമ്പുരാട്ടി കണ്ണു നിറച്ച് പോകുന്നുണ്ട്, കണ്ടാൽ ഒരു ടാങ്ക് ഉരുണ്ടു പോകുന്ന പോലെ ഉണ്ട്. വീപ്പക്കുറ്റി. ഇത്രയും ഗ്ലാമറുള്ള എനിക്ക് ഇങ്ങനെ ഒരുത്തിയെ തന്നല്ലോ എൻ്റെ ഭഗവാനെ. ഞാൻ ഒത്ത തടി നീളമുള്ള ഒരു ആണൊരുത്തനാണ്. ഞാനാ ഇതുപോലെ ഒരുത്തിയെ. എന്താ കാര്യം എന്നല്ലേ? ഒന്നും പറയണ്ട. എനിക്ക് മുമ്പൊരു പ്രേമുണ്ടായിരുന്നു. പ്രേമം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രേമൊന്നുമല്ല, നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമം. അവള് കാണാൻ നല്ല സുന്ദരിയായിരുന്നു. ഇവളുടെ പോലെ ഒന്നല്ല, വെളുത്ത് മെലിഞ്ഞ ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന സുന്ദരി. അവൾക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതായിരുന്നു ഇഷ്ടം. മേക്കപ്പിനും ഡ്രസ്സിനും കുറെ പൈസ ഞാനും പൊടിച്ചതാ. എപ്പോഴും സച്ചിന്ന് കൊഞ്ചി വിളിക്കും. വല്ലാണ്ട് സ്നേഹം കൂടുമ്പോൾ കുട്ടു, മുത്തേ, പൊന്നെ, ആലോചിക്കുമ്പോഴേ കുളിര് കയറുന്നു. അപ്പോഴവിടെ ഒരു കോട്ടൻ. ആൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്കും നാണം വരുന്നു. പിന്നെന്താ ഉണ്ടായതെന്നല്ലേ, അവള് നാട്ടിലുള്ള എല്ലാ ചെക്കന്മാർക്കും ഇതുപോലെ സ്നേഹം കൊണ്ട് വാരി കൊടുക്കുന്നുണ്ടെന്നറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. ഒരു ദിവസം അവളുടെ ഫോണിലെ വാട്സപ്പ് ചാറ്റ് എടുത്ത് നോക്കിയതാ. തകർന്നു പോയ എൻ്റെ ബാല്യം. കുറെ നിരാശാകാമുകനായി നടന്നു. കല്യാണം എന്ന ജന്മത്തിൽ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചതാ. അപ്പോഴാ അമ്മയുടെ ഒടുക്കത്തെ ഭീഷണി. കല്യാണം കഴിച്ചില്ലെങ്കിൽ സ്വത്ത് മുഴുവൻ ഏതെങ്കിലും അനാഥാലയത്തിനോ വൃദ്ധസ്ഥാനത്തിനോ എഴുതി വെച്ച് അവിടെ തന്നെ താമസമാക്കുന്നത്. ഒറ്റ മോനാണേ, എനിക്ക് ആകെയുള്ളത് ആ ഒരു മുതലും. ഇമാതിരി വാശിയെ കാണിച്ച പിന്നെ എന്താ ചെയ്യാ? അങ്ങനെയൊക്കെ ചെയ്ത എനിക്ക് പിന്നെ ആരാ? എൻ്റെ ഏക സ്വത്ത് അമ്മയല്ലേ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. നിങ്ങൾ ആരെ കാണിച്ചു തന്നാലും കെട്ടിക്കൊള്ളാന്ന് വാക്കുകൊടുത്തു. അത് കേൾക്കേണ്ട താമസം മൂപ്പത്തി കാര്യമായിട്ട് ആലോചന തുടങ്ങി. എന്നും ബ്രോക്കർ വരും, ഓരോ പെണ്ണുങ്ങളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിനൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും കുറ്റം കാണും. എന്നിട്ട് കൊടുക്കാൻ കണ്ടുപിടിച്ചതോ ഈ വീപ്പ കുറ്റിയെയും. ഫോട്ടോയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അമ്മ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് വലിയ വർത്തമാനം പറഞ്ഞപ്പോൾ അത് ഇത്ര വലിയ കുരിശാവെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്നാലും അത്രയും പെണ്ണുങ്ങളെ റിജക്ട് ചെയ്ത എൻ്റെ മാതാശ്രീക്ക് ഈ ഉരുപ്പടി എങ്ങനെ ബോധിച്ചോ എന്തോ. വരാനുള്ളത് വഴി തങ്ങിയില്ലല്ലോ, അത്ര തന്നെ. എല്ലാ കാര്യങ്ങളും ദി ബെസ്റ്റ് നോക്കി എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന എൻ്റെ അമ്മയുടെ ഈ സെലക്ഷൻ വല്ലാത്തൊരു സെലക്ഷനായി പോയി. ചായ ദേ പിന്നെയും വന്നു. എൻ്റെ കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയാ. രാവിലെ എണീക്കുമ്പോൾ കുടിക്കുന്ന ബ്ലാക്ക് ടീ മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അണുവിണ തെറ്റാ കൃത്യമായി ചെയ്തോളും. ഓരോരോ കാട്ടിക്കൂട്ടിലേ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ അമ്മ പറഞ്ഞു കൊടുത്താവും. ഇപ്പം അങ്ങ് വീഴും. കാത്തിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ എങ്ങോട്ടും വിരുന്ന് പോലും പോയിട്ടില്ല. ഇതിനെയൊക്കെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും എഴുന്നള്ളിക്കാൻ പറ്റുമോ? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഇന്നൊരു കല്യാണമുണ്ട്, ഒരു ഫ്രണ്ടിന്റെ. പോയി റെഡി ആവട്ടെ. സച്ചി റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ സാരി എടുത്ത് കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി ചെയ്യുന്ന ഉണ്ണിമായാണ് കാണുന്നത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ ആ പേടിച്ച പോലെയുള്ള മുഖഭാവം കണ്ടപ്പോൾ എന്തുകൊണ്ടോ എന്തെന്നറിയാത്തൊരു വെപ്രാളം തോന്നി സച്ചിക്ക്. ഒരു കറുത്ത ജോർജറ്റിന്റെ ബീഡ്സ് വർക്ക് ചെയ്ത സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു. അവൻ തനിക്കടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ അവൾ നാണത്തോടെ മുഖം തിരിച്ച് കണ്ണാടിയിലേക്ക് തന്നെ നോക്കി. കണ്ണാടിയിലൂടെ കാണുന്ന അവന്റെ പ്രതിബിംബത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ അവൾ മുഖം കുനിച്ച് നിന്നു. അവൻ അവളുടെ പുറകിൽ തൊട്ടടുത്ത് വന്ന് നിന്നു. കൊള്ളാം. അവളുടെ പ്രതിരൂപത്തിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിരിഞ്ഞു. ഒരാനച്ചന്തൊക്കെയുണ്ട്. അവളെ കളിയാക്കും പോലെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ. അവൾ ഞെട്ടലോടെ മുഖമുയർത്തവനെ നോക്കിപ്പോയി. കെട്ടിയൊരുങ്ങി എവിടെ പോണു? വീണ്ടും പുച്ഛം. ഞാൻ കല്യാണത്തിന് ഏട്ടന്റെ കൂടെ. എന്റെ കൂടെയോ? ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞെങ്കിൽ അമ്മയുടെ കൂടെ പോ, എന്റെ കൂടെ വരണ്ട. ഏട്ടാ, അമ്മയ്ക്ക് വിഷമാവും. എന്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട. എനിക്കെങ്ങാനും മേല. ആരെങ്കിലും ചോദിച്ചാൽ ആരാന്ന് പറയും? ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഭാര്യയാണെന്ന്? ഞാൻ വരുന്നില്ല ഏട്ടാ. കണ്ണുകളിൽ നേർമുത്തുകൾ ഉരുണ്ട് കൂടുമ്പോഴും ചിരിയോടെ അവൾ പറഞ്ഞു. ഒരു കണ്ണുനീർ നായിക വന്നേക്കുന്നു. എവിടുന്ന് വരുന്നതാവോ ഇതിന് മാത്രം കണ്ണുനീര്? അമ്മ കുറെ നിർബന്ധിച്ച് അവളെയും കൂടെ കൂട്ടാൻ. ഒടുക്കം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൂടെ കൂട്ടേണ്ടി വന്നു. മര്യാദയ്ക്ക് എവിടെയെങ്കിലും മാറിയെന്നോണം. പോരാനാകുമ്പോൾ ഞാൻ വിളിക്കാം. അന്നേരം റോഡിലോട്ട് ഇറങ്ങിന്നാ മതി. ഏട്ടോടി, എന്നെ കൂടെ ബൈക്കിൽ ഞാൻ തള്ളിയിടുമല്ലോ. എനിക്ക് നിന്നെ ഭാരം താങ്ങാൻ മാത്രമുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. 10 100 ആണെങ്കിൽ പോട്ടേ നോക്കാം. ഇത് കിൻഡലല്ലേ? എന്റെ തോളിൽ പിടിച്ച് ബൈക്കിൽ കയറാൻ നിന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് വീഴാൻ പോയത്. എന്നാലും അങ്ങനെയൊക്കെ പറയുമ്പോൾ അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞു വരും. അപ്പോൾ ഒരു സമാധാനം, ഒരു മനസ്സുഖം. കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചു. എങ്ങോട്ട് പോയോ എന്തോ. എന്തായാലും എന്റെ പിന്നാലെ വന്നില്ലല്ലോ. സമാധാനം. പോരാ നേരത്തെ വിളിക്കാൻ നോക്കിയപ്പോഴാണ് അക്കിടി പറ്റിയത് ബോധ്യം വന്നു. എന്റെ കയ്യിൽ അവിടെ നമ്പരില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും?
അതിനെയും കൊണ്ടല്ലാതെ ചെന്ന അമ്മ വീട്ടിൽ കയറ്റില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോട്ടേന്ന് ഇരുതായിരുന്നു. വേറെ വഴിയൊന്നുമില്ല, അന്വേഷിക്കന്നെ. പേരെന്തായിരുന്നു? ആ, ഉണ്ണിമായ. കുറെ അറിഞ്ഞു തിരിഞ്ഞു കൊടുക്കാൻ കണ്ടുപിടിച്ചു. ദേ കുറെ പിള്ളേരുടെ കൂടെ ഒക്കെ അവളെ വട്ടം ചുറ്റി നിൽക്കുന്നുണ്ട്. ഇനി ഇതിന്റെ വണ്ണം കണ്ടിട്ടാണോ എന്തോ. അല്ല, എല്ലാവരും അവളെ ചേച്ചിയെന്ന് വിളിച്ച് വലിയ സംസാരത്തിലാണ്. എന്നെ കണ്ടത് അവരോടൊക്കെ എന്തോ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവരുടെ അടുത്ത് നിന്ന് എന്തോ പറഞ്ഞു. എല്ലാത്തിനെയും മുഖം വാടിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ഇവൾക്ക് എങ്ങനെ എത്ര പരിചയം? ഇനി ഇവളുടെ ബന്ധുക്കൾ വല്ലതും ആണോ? ഗൾഫിലായിരുന്ന സമയത്താണ് എനിക്ക് ഈ ആലോചന വന്നത്. അന്ന് പ്രേമം പൊളിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് അവളുടെ ഫോട്ടോ കാണാനോ വീഡിയോ കോൾ ചെയ്യാനോ ഒന്നും സംസാരിക്കാനോ പോലും ഞാൻ തയ്യാറായില്ല. അമ്മയുടെ സെലക്ഷൻ അല്ലേ, എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന് കരുതി. കല്യാണത്തിന് 2 ദിവസം മുന്നേ വന്നിട്ടും അവളുടെ വീട്ടിലേക്കൊന്നും പോകാനും മെനക്കെട്ടില്ല. അതുകൊണ്ട് അവളുടെ കുടുംബക്കാരൊന്നും വലിയ പിടിയില്ല. കല്യാണത്തിന് അന്ന് പെണ്ണിനെ കണ്ട് ഞെട്ടിയെന്ന കാരണം വേറെ ആരെയും കണ്ണിൽ പിടിച്ചതുമില്ല. ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയേക്കാം, ആലോചനക്കിടയിൽ അവൾ പറഞ്ഞു. അതേതായാലും നന്നായി. നിനക്ക് അവരെയൊക്കെ നേരത്തെ അറിയാല്ലേ? ബൈക്കിൽ കയറുമ്പോൾ വെറുതെ ചോദിച്ചു. ഇല്ല, ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാ. എല്ലാവരും നല്ല കൂട്ടാ, നല്ല പെരുമാറ്റം. എന്തോ കുത്തി പറയുന്ന പോലെ. ആണെങ്കിലും എനിക്ക് പുല്ല. എന്റെ ജീവിതം തുളച്ചവള്. എന്തൊരു ക്യൂട്ടാലേടാ. ദേ നോക്ക്. ഓഫീസിലുള്ള ഒരുത്തന്റെ കൂടെ ഒരു കോഫി അടിക്കാമെന്നാണ്. അപ്പോഴാണ് അവൻ ഫോണിലെ വീഡിയോ കാണിച്ചിരുന്നത്. അതിലേക്ക് നോക്കിയാൽ ഞാനാകെ ഞെട്ടിപ്പോയി. ഒരു ദിവസം രാവിലെ ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിയപ്പോൾ അതിലൊരു വീഡിയോ. എന്താന്നല്ലേ, ഇവളുടെ ഒരു ഡാൻസ്. കണ്ടേച്ചാലും മതി. ഒരു നോട്ടമേ നോക്കിയുള്ളൂ, പിന്നെ നോക്കിയില്ല. ഈ തടിച്ചിയോ? കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഒരേ വാശി. ഇനി അന്യനാട്ടിലൊന്നും പോയി കഷ്ടപ്പെടേണ്ട, ഇവിടെ എന്തെങ്കിലും ജോലി നോക്കാൻ. വാശി പിടിച്ചാൽ പിന്നെ അത് നേടിയെടുക്കാൻ എൻ്റെ അമ്മയെ കഴിഞ്ഞവള് വേറെ ആരും. വീണ്ടും തോറ്റെടുക്കേണ്ടി വന്നു. ജീവിതമേ പോയി. പിന്നെ ആ ഒരു ജോലി. അത് കാരണം വിവാഹശേഷം ഈ ജോലിയിൽ കയറി. പറഞ്ഞൊന്നും ഇവർക്കൊന്നും എൻ്റെ ഭാര്യ ആരാണെന്നൊന്നും അറിയില്ല. എന്തിന് ഞാൻ കല്യാണം കഴിച്ചാണെന്ന് പോലും അറിയില്ല. ഞാനൊട്ടും പറയാനും പോയില്ല. അഥവാ പറഞ്ഞ ഫോട്ടോ ഒക്കെ ചോദിച്ചാലോ എനിക്കെങ്ങും മേലെ നാറാൻ. തടിച്ചിയോ ഇതോ? അവന്റെ ചോദ്യമാണ് എന്നെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. പിന്നല്ലാതെ എന്തൊരു തടിയാ ചോദിക്കുന്ന കേട്ടില്ലേ? വീപ്പ കുറ്റി. നീ ആ മുഖത്തേക്ക് നോക്കിയേ, എന്തൊരു ക്യൂട്ടാ. കണ്ടാ തന്നെ ആ ഉണ്ടൊക്കെ അവളൊരു കടിയെടുക്കാൻ തോന്നും. എന്തോ സോഫ്റ്റ് ആവും, പിച്ച് പറിക്കാൻ തോന്നും. കെട്ടിപ്പിടിച്ചെടുക്കാനൊക്കെ എന്ത് സുഖാവും. എന്ത് ഗ്രേസ് ആയിട്ട് അവൾ കളിക്കുന്നത്. കെട്ടുകയാണെങ്കിൽ ഇതുപോലെ എണ്ണത്തിന് കെട്ടണം. ആൻ ചിരിയോടെ പറയുന്ന കേട്ടപ്പോൾ ദേഷ്യം വന്നു. വായി നോക്കി. ആരാന്റെ ഭാര്യ വായി നോക്കിയതും പോരാ, അവനോട് തന്നെ ചെന്ന് പറയുന്നു. തെണ്ടി. അല്ല, അതിനിപ്പോ എനിക്കെന്താ? അവൻ എന്ത് വേണേലും പറയട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. വീട്ടിൽ ചെന്നപ്പോൾ നന്നായെന്ന് ചൂടായി. അല്ല പിന്നെ അവളിങ്ങനെ ഒരു വീഡിയോ പബ്ലിക്കായിട്ട് ഇടുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ? ഞാനൊരു ഭർത്താവല്ലേ? ഞാൻ ചൂടാവുമ്പോൾ പെണ്ണിന്റെ മുഖം ഒന്ന് കാണണം. പേടിച്ചിട്ട് ചുവന്ന് തക്കാളി പോലെ ആയിട്ടുണ്ട്. കണ്ടാൽ ഒരു കടി വെച്ച് കൊടുക്കാൻ തോന്നും. എന്തോന്ന്? ഡേയ് വേണ്ട വേണ്ട, ഇനി ചോദിക്കാതെ ഒന്നും ഇടൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഒരു മനസ്സുഖം. 2-3 ദിവസമായിട്ട് അമ്മക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാൽ വലത് കൈയൊന്ന് ഒടിഞ്ഞു. എവിടെയോ പോയി വീണതാണ്. അതെങ്ങനെയാ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? ഇപ്പൊ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ്. കഴിക്കാനും കുടിക്കാനൊന്നും ഒറ്റയ്ക്ക് കഴിയില്ല. അത്യാവശ്യത്തിന് ബാത്റൂമിൽ പോകാനൊക്കെ സ്വന്തമായി ചെയ്തോളും. ഇപ്പൊ ഏത് സമയവും അമ്മയുടെ കൂടെയാണ് അവിടെ സാവാസം. സമാധാനം കാണണ്ടല്ലോ. എന്നാലും എന്റെ കാര്യത്തിലൊന്നും കുറവ് വരുത്താറില്ല കേട്ടോ. രാവിലെയും ഉച്ചയ്ക്ക് രാത്രിയൊക്കെ കഴിക്കാനുള്ളത് മേശപ്പുറത്തെടുത്ത് വെക്കും. ഞാൻ ചെന്ന് കഴിച്ചാൽ മതി. കുറെ ദിവസമായി മുഖം കണ്ടിട്ട്. ഇടയ്ക്ക് അമ്മയെ കാണാൻ റൂമിലേക്ക് ചെല്ലുമ്പോഴും അവൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. എവിടെ തിരഞ്ഞാലും ചിലപ്പോൾ കാണില്ല നീ. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ എന്തിനാ അവളെ കാണുന്നത്? എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് മുന്നിലേക്ക് വന്നൂടെ? തടിച്ച് ഉണ്ടച്ചിപ്പാറും. അമ്മയ്ക്ക് പോലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാവും ദൈവം എന്നെ വേഗം മൂലക്കലാക്കി. ഒരാക്സിഡന്റ്. ബൈക്ക് ഒരു കാറിലിടിച്ച് കാലിന്റെ എല്ലടിഞ്ഞ്. കാലിന് കമ്പിടുന്ന ഓപ്പറേഷനും കഴിഞ്ഞു. എന്റെ പൊന്നോ, ഒടുക്കത്തെ വേദന. റോഡിൽ കിടന്നപ്പോൾ താങ്ങി പിടിക്കാൻ വന്നവരെയൊക്കെ തെറി വിളിച്ചു എന്ന് ആളുകൾ പറഞ്ഞു കേട്ടു. അല്ല പിന്നെ ഒടിഞ്ഞ കാല് പിടിച്ച് പൊക്കിയാൽ പിന്നെ തെറി വിളിച്ചു പോവില്ലേ? 2 ദിവസമായി ഹോസ്പിറ്റൽ. മടുത്തു. ഒരാഴ്ച കിടക്കണം പോലും. അവൾ വന്നിരുന്നു. കണ്ണൊക്കെ നിറച്ചിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എന്തോ ഇപ്രാവശ്യം ഒരു മനസ്സുഖം തോന്നിയില്ല. അഭിനയാണോ? കിടക്കുന്നാണ്ട് സന്തോഷിക്കാൻ വന്നാണോ എന്തോ? ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. എന്തിന്? ഇവിടെ സമാധാനം കളയാനോ? ഞാൻ സമ്മതിച്ചില്ല. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തന്നു. ബാത്റൂമിൽ പോവാനോ കഴുകാനോ പോലും പറ്റാതെ കിടക്കുന്ന ഈ അവസ്ഥയിൽ അവരുടെ വില ഞാൻ നന്നായിട്ട് അറിഞ്ഞു. ചിലപ്പോഴൊക്കെ കണ്ണു നിറഞ്ഞു പോകും. അങ്ങനെ ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വീട്ടിലേക്ക്. തീർന്നല്ലോ നരകം. അവരെന്നെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞ് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് ശരിക്കും പെട്ടത്. ഈശ്വര, അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവിടെയോ? അയ്യോ, വീട്ടിൽ അവരെ നിർത്താൻ പറ്റില്ലല്ലോ. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ പോലും നോക്കാൻ വയ്യ. പിന്നെ എൻ്റെ ചിന്തിച്ച് കിടക്കുന്നിടയിൽ അവളൊരു പ്ലേറ്റിൽ ചോറും കറികളുമായി വന്നു. പെണ്ണൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. മുഖത്ത് ആ വലിയ തുടുപ്പൊക്കെ കുറഞ്ഞു. കണ്ണിന് ചുറ്റും കറുപ്പ് വീണിട്ടുണ്ട്.
ഇവൾക്ക് ഉറക്കൊന്നുമില്ലേ? ഇനി എന്തെങ്കിലും അസുഖം വല്ലതും? എന്തായാലും ഇപ്പൊ എനിക്കെന്താ, ഇത് കഴിച്ചാൽ ഇനി ബാത്റൂമിലൊക്കെ പോവേണ്ടി വരൂലേ? വേണ്ട, അങ്ങനെ പറയല്ലേ ഏട്ടാ, മരുന്ന് കഴിക്കാനുള്ളതല്ലേ, കുറച്ച് കഴിക്ക്. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, എനിക്ക് വേണ്ടതിനെ പറഞ്ഞ്. ആളൊന്ന് ചുറ്റും നോക്കുന്നുണ്ട്. പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റു. അല്ലെങ്കിലും പെണ്ണിനെന്നെ പേടിയാ. ഇവളെങ്ങോട്ടാ? വാതിലടച്ച് കുറ്റിയിട്ട് അവളെന്റെ അടുത്തേക്ക് വന്നു. നിന്നോടല്ലേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ്? മര്യാദക്ക് ഇത് കഴിച്ചോ. എന്നോടോ? നിനക്ക് അത്രക്ക് ധൈര്യോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കൊണ്ടുപോടി നിന്റെ ഫുഡ്. മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്, അധികം കാണിച്ച് കൊതിപ്പിക്കാതെ പോടി. കഴിക്കില്ലേ? എന്താ ഒരു ഭീഷണിയുടെ ധ്വനി? ഇല്ല, നീ എന്ത് ചെയ്യും? ഞാനോ? ഈ പ്ലാസ്റ്റർ ഉണ്ടോ? ആളെന്റെ കാലിന്റെ കെട്ടിലേക്ക് നോക്കി ചോദിച്ചു. അന്ന് എനിക്ക് കണ്ണില്ലേ? കണ്ടു. ഞാനതിൽ പിടിച്ച് ഞെക്കും. പിന്നെ നീ ഞൊട്ടും. എന്നാ നിന്റെ കൈ ഞാൻ വിട്ടു. ആളുടെ മുഖം പൊത്തി ചിരിക്കുന്നു. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് നിന്ന് കിണിക്കുന്നു. കാണിച്ചു തരാടി നിന്നെ. എന്താടി? കിടന്നിടത്ത് നനങ്ങാൻ വയ്യാത്ത നിങ്ങളാണോ എന്റെ കൈവെട്ടാൻ പോകുന്നേ? അത് ശരിയാണല്ലോ. ഈശ്വര, ഞാൻ ശരിക്കും പെട്ട്. ഇവൾ അവസരം മുതലാക്കുകയാണ്. അപ്പൊ എങ്ങനെയാ ഇത് കഴിക്കല്ലേ? ആൾക്കൊരു പരിഹാസം. കഴിച്ചേക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചെയ്താലോ? നല്ല കുട്ടിയായിട്ട് കഴിക്കാനൊരുങ്ങി. ആൾ ഉരുട്ടി കുഴച്ച് വായിലേക്ക് വെച്ച് തന്നു. ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി ഞാൻ എതിർക്കാൻ പോയില്ല. അവസ്ഥ ഇതായി പോയില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ട് അമ്മ തന്നിരുന്ന പോലെ. പ്ലേറ്റിലുണ്ടായിരുന്നൊക്കെ അവൾ എന്നെ കൊണ്ട് കഴിപ്പിച്ചു. വയറ് നിറഞ്ഞു. ഒന്നും മയങ്ങി. വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഉറങ്ങി എണീറ്റപ്പോൾ തൊട്ട് തുടങ്ങി വയറിനകത്ത് വല്ലാത്തൊരു പരവേശം. ആരോട് പറയും? എന്ത് ചെയ്യും? ഒന്നും നോക്കിയില്ല, അങ്ങ് അലറി. അമ്മ! എന്താ? അടുക്കളയിൽ നിന്ന് ഓടിപ്പിടച്ച് വന്നവൾ വാതിക്കൽ നിന്ന് അകത്തേക്ക് കണ്ണുമിഴിച്ച് നോക്കുന്നുണ്ട്. നിന്നാരടി വിളിച്ച്? അമ്മയുടെ അപ്പുറത്തുണ്ട്. എന്താ കാര്യം? ഒന്നുമില്ല, അമ്മയെ വിളിക്കാം. എന്താടാ? അതമ്മ. ഇവള് നിൽക്കുമ്പോ എങ്ങനെ പറയും? ഞാൻ അവളെ ഒന്ന് തുറിച്ചു നോക്കി. ആൾ റൂം വിട്ട് പുറത്തേക്ക് പോയി. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം അമ്മ. അതിന് ഞാനെന്ത് വേണം? തള്ള ചോദിക്കുന്ന കേട്ടില്ലേ? പിന്നെ ഞാനിത് ആരോട് പറയും? എനിക്ക് എന്നെ കൊണ്ട് തന്നെ നടക്കാൻ വയ്യ. പോയി നിന്റെ ഭാര്യയെ വിളിക്കടാ. അമ്മ! പതുക്കെ വിളിക്കേക്കാം, ഞാൻ അവളോട് പറയാം, അവള് നോക്കിക്കോളും. അയ്യേ, ഈ അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? അവളോടോ? അത് അമ്മ. ഞാൻ പറയുന്ന പോലും കേൾക്കാൻ നിൽക്കാതെ അമ്മ പുറത്തേക്ക് പോയി. പിന്നാലെ തന്നെ ആള് റൂമിലേക്ക് വന്നു. ഞാൻ തലകുനിച്ചിരുന്നു പോയി. പെട്ടെന്ന് ഞാനൊന്ന് വായുവിൽ പൊങ്ങി. എന്നെ ഒരു കുഞ്ഞിനെ പോലെ അവൾ കൈകളിൽ കോരിയെടുത്തു. ഞാൻ ശ്വാസം പിടിച്ചിരുന്നു പോയി. ബാത്റൂമിൽ കൊണ്ടിരുത്തി പുറത്തുനിന്ന് വാതിലടച്ചു. ഈശ്വര, ഇനിയും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. അയ്യേ, എന്റെ മാനം. പോടി. ഞാൻ പോയ ഇവിടെ ഇരിക്കേണ്ടി വരും. പോട്ടെ. അതും ശരിയാ. ഞാൻ നിസ്സാരനായി ഇരുന്നു പോയി. ഒന്നും ചെയ്യാനില്ല. ഭൂമി വിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു പോലും തോന്നിപ്പോയി. കണ്ണുനീര് വന്ന് മൂടി. ഒരിറ്റ അവളുടെ കയ്യിലേക്ക് വീണു. അവൾ പതർച്ചയോടെ എന്നെ നോക്കി. കരയാണോ? ഒരു കുഞ്ഞിനോടെന്ന പോലെ അവൾ എന്നോട് ചോദിച്ചു. ഇതൊക്കെ എന്റെ കടമയല്ലേ, ഞാനല്ലാണ്ട് വേറെ ആരെ ചെയ്യാ? എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഒപ്പം തന്നെ എന്നെ വൃത്തിയാക്കി. ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു പോയി. അവൾ എന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ കോരിയെടുത്തുകൊണ്ട് കിടത്തി. ദിവസങ്ങൾ കടന്നുപോയി. പലപ്പോഴും എന്നെ നിസ്സായാവസ്ഥ ദേഷ്യമായി അവളോട് തീർക്കും. എന്തൊരു ജീവിതമാണിത്! നരകം. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ അവളൊന്നും മിണ്ടില്ല. ഞാൻ അവൾ അനുസരിക്കാതിരുന്നാൽ മാത്രം ഭീഷണിപ്പെടുത്തും. അപ്പൊ ഞാനങ്ങ് അനുസരിക്കും, അല്ല പിന്നെ. ഇന്ന് പെണ്ണിനെ ഇങ്ങോട്ട് കണ്ടതേയില്ല. രാവിലെ തൊട്ട് അമ്മയാണ് ചായയും ഫുഡൊക്കെ കൊണ്ടുവന്ന്. ഇടക്ക് വാതിൽക്കലേക്ക് കണ്ണുപോകും. ഇതിനിത് എന്തിന്റെ കേടാണോ എന്തോ. അവിടെ ഇങ്ങനെ നോക്കിയിട്ട് ആരെ കാണാനാ? കാണേണ്ടവർക്ക് നമ്മളൊന്നും കാണണ്ടല്ലോ. മടുത്ത് കാണും. അയ്യേ, ഇതെന്തിനിങ്ങനെ നിറയുന്നു? നാശം. അവൾക്കൊരു പനി. നിനക്ക് ഇൻഫെക്ഷൻ ആവണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വരാത്ത. എന്നെ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞു. പനിയോ? അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? നിനക്ക് അതിന് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനായില്ലേ? തിന്നാനും കുടിക്കാനുള്ള ഞാൻ തന്നാ പോരെ? അത് ശരിയാണല്ലോ. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് ബാത്റൂമിലേക്കൊക്കെ പോവാം. പിന്നെ പറയത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അവള് വേണ്ടേ? വേണം, കാണണം. എണീറ്റ് നിൽക്കാൻ വയ്യാതായപ്പോ നോക്കാൻ ഭാര്യ വേണം. അതുവരെ ആ പെണ്ണിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ. ഇപ്പൊ എന്തി? അത് നിന്റെ വേലക്കാരിയൊന്നല്ല. ഞാൻ പലവട്ടം പറഞ്ഞ സ്വന്തം കാര്യം നോക്കി പോവാൻ. കേൾക്കണ്ടേ? എന്നാലും നീ സ്നേഹിക്കും പോലും. പാവം. വാശിയിൽ പറഞ്ഞു തുടങ്ങിയത് കണ്ണീരിൽ അവസാനിച്ചു. പാവം പെണ്ണാടാ അത്. നിനക്കറിയോ, അവളെനിക്ക് ബ്രോക്കർ കൊണ്ടുവന്നല്ല. റോഡ് വക്കിൽ തളർന്നു കിടന്നു പോയപ്പോ ഓടി വന്ന് രക്ഷിക്കാനും ഹോസ്പിറ്റൽ കൊണ്ടുപോകാനും ആ പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടോ എന്റെ ജീവൻ രക്ഷിച്ച ആ കുട്ടിയോട് ഞാൻ കാണിച്ചെന്താ? എന്റെ മോനൊരു നല്ലവനാണെന്ന് ഞാൻ അവളോട് വീരവാദം പറയുമായിരുന്നു. അവളിപ്പോ എന്നെ ഉള്ളുകൊണ്ടെങ്കിലും പുച്ഛിക്കുന്നുണ്ടാവും. നീ എങ്ങനെയാണ് ഇത്രയും നേറിയിട്ടവനായത്? ഛേ! കിടന്ന കിടപ്പിൽ തന്നെ ഞാനങ്ങ് ഉരുകി വലിച്ചു പോയി. അമ്മയുടെ വാക്കുകൾക്ക് അത്രയും മൂർച്ചയുണ്ടായിരുന്നു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ആ പെണ്ണ് എവിടെയും സന്തോഷത്തോടെ ജീവിച്ചേനെ. കണ്ണീരോടെ പറഞ്ഞുകൊണ്ട് അമ്മ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
2 ദിവസം അവളെ ഞാൻ കണ്ടതേയില്ല. ഒരു ദിവസം രാവിലെ ചായയും കൊണ്ട് വന്നു. ഓ, കളഞ്ഞു പോയതെന്തോ തിരിച്ചിട്ടിയ പോലെ തോന്നലായിരുന്നു. അവളെ തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്ന പോലെ ആ ഉണ്ടക്കവളിൽ അമർത്തിയൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നത്. ഞാൻ പോവാ. ഞെട്ടിപ്പോയി ഞാൻ. എങ്ങോട്ട്? വിരലോടെയാണ് ഞാൻ ചോദിച്ചത്. വീട്ടിലേക്ക്. മുന്നേ പോവാൻ വിചാരിച്ച, അപ്പോഴേക്ക് അമ്മയ്ക്ക് വയ്യാതായി, പിന്നെ ഏട്ടന്. അതുകൊണ്ടാണ് വയ്യത്. ഇപ്പം അമ്മ തന്നെ പറഞ്ഞു പോവാൻ. ഇനി എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല പോലും. സോറി കേട്ടോ, വെറുതെ ഓരോന്ന് ആഗ്രഹിച്ച്. ഏട്ടനെന്നെ സ്നേഹിച്ചാലോ എന്നൊക്കെ ഓരോ പൊട്ടത്തരം. ഇനി ശല്യപ്പെടുത്തൂല കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടല്ലേ. പക്ഷേ അത് തിരിച്ചിട്ടണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ. സോറി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങും. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. പേടിക്കണ്ട, എനിക്കൊന്നും വേണ്ട. ഒരവകാശത്തിന് ഇനി ഞാൻ വരില്ല. പറഞ്ഞു ഇവിടുത്തെ എവിടെ കയറി പോണ്? പോവാണെന്നോ? എൻ്റെ സമ്മതമില്ലാതെയോ? ഡിവോഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നു. കുറച്ചു മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ കണ്ണും പൂട്ടി യെസ് പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ ആ ഉണ്ടക്കവിളും പഞ്ഞിമേനിയൊക്കെ ഞാനും ആസ്വദിച്ച് തുടങ്ങിയില്ലേ. ഇനി അവളെ പിരിയാൻ എന്നെ കൊണ്ട് പറ്റുമോ? അവൾ പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണു തുടച്ച് തിരിഞ്ഞടക്കാൻ തുടങ്ങി. ഞാൻ ആ കയ്യിൽ കയറി പിടിച്ചു. തിരിഞ്ഞു നോക്കി അവളെ വലിച്ച് ദേഹത്തേക്ക് ഇട്ടു. ഒരു പഞ്ഞിക്കെട്ട് പോലെ അവൾ എൻ്റെ ദേഹത്തേക്ക് വന്ന് പതിഞ്ഞു. അവളാകെ ഞെട്ടിപ്പോയെന്ന് തോന്നുന്നു. എൻ്റെ മാനം വരെ കൊണ്ടുപോയിട്ട് നീ എങ്ങോട്ടാ പോന്ന്? അവളുടെ കാതിൽ പതുക്കി ഞാൻ ചോദിച്ചു. എന്താ? ഇനി ഞാൻ നിന്നെ വിടില്ല. നീ അതൊക്കെ ആരോടെങ്കിലും പോയി പറഞ്ഞാലോ? അയ്യേ, ഞാനോ? എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ജീവിച്ചണം കേട്ടോടി. ഞാൻ കുറച്ച് കുസൃതിയുടെ ഗൗരവത്തിൽ പറഞ്ഞു. ഞാൻ ആരോടും? എന്താ പറഞ്ഞേ? നിനക്ക് മനസ്സിലായില്ലേ? ആള് ഞാൻ കൂടുതൽ പുണർന്നു. വാതില് അമ്മ വരും. ഞാൻ പിടിയാച്ചു. പോയി അടച്ചിട്ട് വാ. ആൾ വാതിലടച്ചുകൊണ്ട് എന്നെ തിരിഞ്ഞു നോക്കി. ഞാൻ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു. ആൾ എൻ്റെ അടുത്തേക്ക് വന്ന് കട്ടിലിരുന്നു. ഞാൻ അവളെ എൻ്റെ അടുത്തേക്ക് വലിച്ചിട്ടു. ആ ഉണ്ടക്കവളിൽ പതിയെ കടിച്ചു, ഉമ്മ വെച്ചു. എന്നിട്ടും കൊതി തീരാതെ നൊട്ടി നുണഞ്ഞു. മായേ, എന്താ സച്ചിയേട്ടാ? വയറൂന്തി പിടിച്ച് വരുന്നുണ്ട് പെണ്ണ്. ഇത് 9ാം മാസമാണ്. അടുത്ത ആഴ്ച ഞങ്ങളുടെ കുഞ്ഞുമണി വരും. ഗുണ്ടുമണി പെൺകുട്ടിയാണ്. എൻ്റെ മായെപ്പോലെ ഒരു ഉണ്ടമുളക്. ആ കുഞ്ഞിക്കവളിൽ ഞാൻ പതിയെ ചുണ്ടുകൊണ്ടൊന്ന് കടിച്ചു. പെണ്ണൊന്ന് പൊളഞ്ഞു. അവളെ പോലെ തന്നെ കണ്ണും കൂർപ്പിച്ച് കിടക്കുന്നുണ്ട് പെണ്ണ്, എൻ്റെ മായ. ഏട്ടൻ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞോ? കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചോളാം. ആളുടെ തുറിച്ചുകൊണ്ടം കണ്ടപ്പോൾ കുറച്ചു ദിവസം മുന്നേ അവളുടെ വയറിൽ തലോടി കുഞ്ഞിനോട് സംസാരിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു. കുശുമ്പി, ഉണ്ടച്ചിപ്പാറും. ഡയറ്റ് നോക്കാല്ലേ ഏട്ടാ? പ്രസവം കൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തടിച്ചു. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബത്തിൽ നോക്കി ചുണ്ടി ഒളുക്കി അവൾ പറഞ്ഞു. ഒന്നും നോക്കണ്ട, മര്യാദക്ക് പോയി ഫുഡ് കഴിച്ചോ. നീ മെലിഞ്ഞിട്ട് ആരെ കാണിക്കാനാ? എനിക്ക് ആ പഞ്ഞിക്കെട്ട് മതി. ചൂഴി നോക്കിക്കൊണ്ട് വാഷളച്ചിരിയോടെ പറയുന്നവനെ കൂർപ്പിച്ചു നോക്കി മായ. സച്ചിന്റെ സ്വന്തം മായ. നീ കുറച്ച് എനിക്കൂടെ താടി. ആളുടെ മടിയിൽ പാലുടിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ പതിയെ അവളിൽ നിന്ന് അടത്തിയെടുത്ത് തൊട്ടിലേക്ക് ഇട്ടു. നൈറ്റിയുടെ സിബിടാൻ നിന്നവൾ അതിനനുവദിക്കാതെ അവളുടെ മടിയിലേക്ക് കയറി കിടന്നു. അങ്ങനെ തടിച്ചയുടെ സന്തോഷം അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതം.